4Gയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടെക്നോളജി വാർത്തകളിൽ നിന്നും 4G തുടങ്ങുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഗൃഹാതുരതയാണ് നോക്കിയ ഫോണുകൾ. അങ്ങനെയാണ് ഇന്ത്യയിലെ മൊബൈൽ ഫോൺ വിപണിയിൽ നോക്കിയയ്ക്ക് ഉണ്ടായിരുന്ന മേധാവിത്വം. വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു നോക്കിയ ഫോണെങ്കിലും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്മാർട്ട് ഫോണുകളുടെ കാലമായപ്പോഴേക്കും നോക്കിയയ്ക്ക് സർവ്വതം പിഴച്ചു. ഇന്നിപ്പോൾ നോക്കിയ ഫോണുകൾ തിരികെ എത്തുന്നു എന്ന സന്തോഷ വാർത്തയാണ് 4Gക്ക് പങ്കുവയ്ക്കാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് മൈക്രോസോഫ്റ്റിന് തങ്ങളുടെ മൊബൈൽ ഡിവിഷൻ കൈമാറുമ്പോൾ അല്ലെങ്കിൽ വിറ്റഴിക്കുമ്പോൾ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് 2016 അവസാനം വരെ മൊബൈൽ ഫോൺ ബിസിനസ്സിലേക്ക് തിരികെ എത്താൻ നോക്കിയയ്ക്ക് കഴിയുമായിരുന്നില്ല. എന്നാലിപ്പോൾ ആ കാലപരിധി അവസാനിക്കുമ്പോൾ ഈ വരുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ, ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഒരു മിഡ് റേഞ്ച് ഫോൺ അവതരിപ്പിച്ചുകൊണ്ട്, ഒരു മോഡലിൻ്റെ 2 വേരിയൻറ്റ്സ് അവതരിപ്പിച്ചുകൊണ്ട് നോക്കിയ തിരികെ എത്തുന്നു. കേക്കിന് മുകളിൽ ഐസിംഗ് എന്നതുപോലെ ഇതൊരു ആൻഡ്രോയിഡ് ഫോൺ കൂടി ആയിരിക്കും. നോക്കിയ ആരാധകർക്ക് സന്തോഷ വാർത്ത, നോക്കിയ തിരിച്ചു വരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരന്റെയും ഗൃഹാതുരതയായ നോക്കിയ മിഡ് റേഞ്ച് മൊബൈൽ ഫോണുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചെത്തുന്നത്. D1C എന്ന് പേരിട്ടിരിക്കുന്ന ഈ മോഡലിന്റെ 2 വേരിയന്റുകളാണ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ നോക്കിയ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തങ്ങളുടെ മൊബൈൽ ഡിവിഷൻ മൈക്രോസോഫ്റ്റിന് നോക്കിയ വിറ്റിരുന്നു. അന്ന് മൈക്രോസോഫ്റ്റുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ഈ വർഷം അവസാനം വരെ നോക്കിയയ്ക്ക് മൊബൈൽ ഫോൺ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും ആ കാലപരിധി അവസാനിക്കുന്നതോടെയാണ് ഇപ്പോൾ നോക്കിയ തിരിച്ചെത്തുന്നത്. D1Cക്ക് പുറമെ ഒരു ലോ എൻഡ് മോഡലും സ്നാപ്ഡ്രാഗൺ 820 പ്രോസസർ അടങ്ങിയ ഒരു ടോപ്പ് എൻഡ് മോഡലും വരും മാസങ്ങളിൽ നോക്കിയ പുറത്തിറക്കുമെന്നും സൂചനകളുണ്ട്. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് D1Cയുടെ 2 വേരിയന്റുകളിൽ ഒന്നിന് 5 ഇഞ്ചിന്റെ ഡിസ്പ്ലേയും മറ്റേതിന് 5.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേയും ആയിരിക്കും. GB 3GB എന്നിങ്ങനെയാണ് ഇവയുടെ റാം. 5 ഇഞ്ച് സ്ക്രീൻ സൈസുള്ള മോഡലിൽ 13 MB റിയർ ക്യാമറയും 5.5 ഇഞ്ച് വേരിയന്റിൽ 16 MB ക്യാമറയുമായിരിക്കും ഉണ്ടാവുക. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാകും ഇരു ഫോണുകളെയും പവർ ചെയ്യുക. 32 GB ആണ് ഇന്റർണൽ സ്റ്റോറേജ്. 4G LTE, വൈഫൈ, ബ്ലൂടൂത്ത് 4.0, GPS, 8 GPS തുടങ്ങിയ സ്റ്റാൻഡേർഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഈ ഫോണിൽ. ആൻഡ്രോയിഡ് 7.0 നൗഗട്ടിലാണ് ഫോൺ എത്തുന്നത്. ലോ എൻഡ് മോഡലിന് നോക്കിയ നൽകിയിരിക്കുന്ന പേര് പിക്സൽ എന്നാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഗൂഗിളിൽ നിന്നും നോക്കിയയ്ക്ക് ഒരുപക്ഷെ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം ഇതേ പേരിൽ ഗൂഗിളും ഫോണുകൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഏതായാലും നോക്കിയയിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്ന ആരാധകരുടെ ദീർഘനാളത്തെ അഭിലാഷമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ മൊബൈൽ ഫോൺ വിപണിയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയ ചൈനീസ് മൊബൈൽ ഫോൺ കമ്പനിയാണ് വൺപ്ലസ്. വൺപ്ലസിൽ നിന്നും പുതിയ ഒരു മോഡൽ എത്തുന്നു. ഇപ്പോൾ തന്നെ ജനപ്രിയമായി വിപണിയിലുള്ള OnePlus 3ക്ക് പിൻഗാമിയായാണ് OnePlus 3T എത്തുന്നത്. പേര് OnePlus 3T എന്നാണെങ്കിലും OnePlus 3യേക്കാൾ ഏറെ ഫീച്ചർ റിച്ചാണ് ഈ പുതിയ മോഡൽ. വിലയിലും വ്യത്യാസമുണ്ട്. 28,000 രൂപയ്ക്കാണ് ഇപ്പോൾ OnePlus 3 വിപണിയിൽ ലഭിക്കുന്നതെങ്കിൽ OnePlus 3Tക്കാകട്ടെ ഏകദേശം 35,000 രൂപയായിരിക്കും വില. ജനപ്രിയ സ്മാർട്ട് ഫോൺ മോഡലായ OnePlus 3യുടെ പിൻഗാമിയായ OnePlus 3T ഇന്ത്യയിലെത്തി. താങ്ങാവുന്ന വിലയ്ക്ക് മികച്ച ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ എന്നതായിരുന്നു OnePlus 3യെ ജനപ്രിയമാക്കിയത്.
പുതിയ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായല്ല, മറിച്ച് OnePlus 3യുടെ അപ്ഗ്രേഡഡ് വേർഷനായാണ് OnePlus 3Tയെ നിർമ്മാതാക്കൾ അവതരിപ്പിക്കുന്നത്. OnePlus 3T എത്തിയതോടെ ക്രമേണ OnePlus 3 കമ്പനി വിപണിയിൽ നിന്നും പിൻവലിക്കും. എന്നാൽ ഇപ്പോൾ 28,000 രൂപ വില നിലവാരത്തിൽ OnePlus 3 ആമസോണിൽ ലഭ്യമാണ്. OnePlus 3T 35,000 രൂപ വില നിലവാരത്തിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഏതായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ലോകമെങ്ങും ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു മുൻ ഓപ്പോ വൈസ് പ്രസിഡന്റായ പീറ്റ് ലു 2013 സ്ഥാപിച്ച OnePlus എന്ന കമ്പനിക്ക്. അതിന്റെ തെളിവാണ് OnePlus 3Tയുടെ ലോഞ്ച് ഇന്ത്യയിൽ സൃഷ്ടിച്ച താൽപര്യം. റിലയൻസിന്റെ 4G സർവീസായ ജിയോയുടെ വരിക്കാർക്ക് മുകേഷ് അംബാനിയുടെ പുതുവത്സര സമ്മാനം. ഈ ഡിസംബർ 1 നടത്തിയ പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള വെൽക്കം ഓഫർ അടുത്ത വർഷം മാർച്ച് വരെ, അതായത് 2017 മാർച്ച് വരെ നീട്ടുകയാണ് എന്ന് മുകേഷ് അംബാനി പ്രഖ്യാപിച്ചത്. ഹാപ്പി ന്യൂ ഇയർ ഓഫർ എന്ന തരത്തിൽ ഈ പേരൊന്ന് പുതുക്കിയിട്ടുണ്ട് എന്ന് മാത്രം. എന്നാൽ ചില മാറ്റങ്ങളും വരുന്നുണ്ട്, പ്രത്യേകിച്ചും യൂസ് ചെയ്യാവുന്ന ഡാറ്റയുടെ അളവനുസരിച്ച്. ഇതോടൊപ്പം തന്നെ ജിയോയുടെ സ്പീഡിലും ഒപ്പം ശേഷിയിലും വന്ന കുറവിനെക്കുറിച്ചും ഡിസംബർ 1 പ്രസംഗത്തിൽ മുകേഷ് അംബാനി പരാമർശിച്ചു. റിലയൻസ് ജിയോ തങ്ങളുടെ വെൽക്കം ഓഫർ മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചു എന്നതാണ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. ജിയോ ഹാപ്പി ന്യൂ ഇയർ ഓഫർ എന്ന പുതുക്കിയ പേരിലാണ് സ്കീം എത്തുന്നത്. The Jio Happy New Year offer. During this offer period, Jio and Jio customers will be able to continue our journey of co-creating and building the best network experience together. All our existing 52 million users will continue to enjoy the unlimited benefits of Jio Welcome offer till 31st December 2016. And on New Year's Day, all Jio Welcome offer users will also be automatically signed up for the Jio Happy New Year offer. ഏതായാലും അടുത്ത വർഷത്തിന്റെ ആദ്യ ത്രൈമാസം പൂർണ്ണമാകുന്നതുവരെ ഈ ഓഫർ തുടരുമെന്ന് കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡുകളിൽ 4G പറഞ്ഞിരുന്നു. ഡിസംബർ 4 ശേഷം റിലയൻസ് ജിയോയുടെ ഉപഭോക്താക്കളാകുന്നവരെ കാത്തിരിക്കുന്നത് സമഗ്രമായ ജിയോ സേവനങ്ങളാണ്. ജിയോയുടെ എല്ലാ ആപ്പുകളും ഇതിൽ ഉൾപ്പെടും. അതിൽ മീഡിയ സ്ട്രീമിംഗ്, മൂവീസ്, ജിയോ മണി എന്ന ഡിജിറ്റൽ വാലറ്റ് എന്നിവയും ഉൾപ്പെടും. കണക്റ്റഡ് കാർ, ഹോം ഓട്ടോമേഷൻ എന്നിവയടക്കമുള്ള സർവീസുകളും പിന്നാലെ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇത്തവണയുള്ളത് ഇപ്പോൾ നിലവിലുള്ള വെൽക്കം ഓഫറിലെ പ്രതിദിനം 4 GB ഡാറ്റ എന്നുള്ളത് ഹാപ്പി ന്യൂ ഇയർ ഓഫറിൽ 1 GB ആയി ചുരുങ്ങുമെന്നുള്ളതാണ്. നിലവിലുള്ള ജിയോ ഉപഭോക്താക്കൾ ഡിസംബർ 31 ശേഷം ഹാപ്പി ന്യൂ ഇയർ ഓഫറിലേക്ക് മാറ്റപ്പെടും. ജിയോയുടെ സ്പീഡിലും ശേഷിയിലും വന്ന കുറവിനെക്കുറിച്ചും നവംബർ 1 പ്രസംഗത്തിൽ മുകേഷ് അംബാനി പരാമർശിച്ചു. ജിയോയുടെ 8% ടവറുകളിലാണ് ഈ പ്രശ്നമുള്ളത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് കമ്പനിയെന്നും അംബാനി പറഞ്ഞു. 5,20,00,000 ഉപഭോക്താക്കളാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ജിയോ വരിക്കാരായതെന്നും അംബാനി വെളിപ്പെടുത്തി. Jio has crossed 50 million customers across 28 states of India on its 4G LTE all IP wireless broadband network. വോഡാഫോൺ, എയർടെൽ, ഐഡിയ തുടങ്ങിയ എതിരാളികൾ ജിയോയോട് ശത്രുതാപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും അംബാനി കുറ്റപ്പെടുത്തി. എല്ലാ ഉപഭോക്താക്കൾക്കും തുല്യ സേവനം ഉറപ്പാക്കാൻ ഫെയർ യൂസേജ് പോളിസി കൊണ്ടുവരുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു. നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഉപയോഗിക്കുന്നയാളാണെങ്കിൽ സൂക്ഷിക്കുക. ഗൂളിഗാൻ എന്ന പേരിലുള്ള ഒരു മാൽവെയർ ലോകത്ത് ലക്ഷക്കണക്കിന് ആൻഡ്രോയിഡ് ഉപയോക്താക്കളെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ രഹസ്യ ഡേറ്റ, അത് ഇമെയിലും മറ്റ് ഗൂഗിൾ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സർവീസുകളുമുള്ള ഡേറ്റ ചോർത്തുന്ന ഗൂളിഗാൻ എന്ന മാൽവെയറാണ് ഏകദേശം 10 ലക്ഷത്തിലേറെ ആൻഡ്രോയിഡ് ഡിവൈസുകളെ ഇതുവരെ ബാധിച്ചു കഴിഞ്ഞത്.
ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് ഗൂഗിൾ ഉപയോക്താക്കൾ സൈബർ ആക്രമണത്തിന് വിധേയരായതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്ത. ഗൂളിഗാൻ എന്ന പേരിലുള്ള മാൽവെയറാണ് 10 ലക്ഷത്തിലേറെ ഉപയോക്താക്കളുടെ ഗൂഗിൾ അക്കൗണ്ടുകളിൽ നിന്നും വിലപ്പെട്ട ഡാറ്റ കടത്തിയത്. ഇതിൽ ഇമെയിൽ അഡ്രസ് മുതൽ ജിമെയിൽ, ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡോക്സ് തുടങ്ങിയ സർവീസുകളിലേക്ക് ആക്സസ് തരുന്ന രഹസ്യ സ്വഭാവമുള്ള ഓതന്റിക്കേഷൻ ഡാറ്റ വരെയുണ്ട്. ഈ മാൽവെയർ ഇൻഫെക്റ്റഡായ എല്ലാ ഡിവൈസുകളിൽ നിന്നും മേൽപ്പറഞ്ഞ ഡാറ്റ ഈ മാൽവെയർ കടത്തിയിട്ടുണ്ട് എന്ന് തന്നെ അനുമാനിക്കപ്പെടുന്നു. പല പേരുകളിൽ എത്തുന്ന വ്യാജ ആപ്പുകൾ വഴിയാണ് ഈ മാൽവെയർ ഉപയോക്താക്കളുടെ ഡിവൈസിൽ എത്തുന്നത്. കഴിഞ്ഞ വർഷം പ്രത്യക്ഷപ്പെട്ട ഈ മാൽവെയറിന്റെ പുതിയ പതിപ്പ് ഈ വർഷം ഓഗസ്റ്റ് മുതൽ വ്യാപകമാണ്. ഒരു ദിവസം 13,000 ഡിവൈസുകൾ വരെ ഗൂളിഗാൻ ആക്രമണത്തിന് വിധേയമാകുന്നു എന്നാണ് കണക്ക്. സൗജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഈ മാൽവെയർ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള വഴി.